എന്നെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പേര് പറയാം, വിനോദ് കുമാർ ശ്രീധരനാണ്. എന്നെക്കുറിച്ച് പറയുമ്പോൾ എന്നെ ഞാനാക്കിയ കേരള സർക്കാരിൻ്റെ വ്യവസായ വാണിജ്യ വകുപ്പിനെ എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം 2003 തൊട്ട് ഞാൻ വിവിധ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളായിരുന്നു. മൊത്തം സർവീസ് ഇരിക്കുമ്പം 35 വർഷത്തിനിടയിൽ 10 പദവികളിൽ ഇരുന്നിട്ടുണ്ട്. അതിൽ 7 എണ്ണം എക്സിക്യൂട്ടീവ് പോസ്റ്റുകൾ. അതൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. അതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കുമ്പോഴും ക്യാമറ കാണുമ്പോഴും ഒരു ഭയമില്ലാത്തതൊക്കെ അതുകൊണ്ടാണ്. കാരണം ഒരുപാട് വേദികൾ, കളക്ടർ, മന്ത്രിയൊക്കെ, MLA ഒക്കെ ഇരിക്കുന്ന വേദികളിൽ 100 കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ സ്റ്റേജിൽ കയറി മൈക്കിലൂടെ അങ്ങനെ സംസാരിച്ചാണ് ശബ്ദമൊക്കെ ഒന്ന് ദൃഢമായതെന്ന് എനിക്ക് തോന്നുന്നു. ആത്മവിശ്വാസത്തിന് യാതൊരു കുറവുമില്ല. ഞാൻ വർക്ക് ചെയ്തതിനകത്ത് ഈ 10 പോസ്റ്റ് പറഞ്ഞതിനകത്ത് 5 എണ്ണം ഗസറ്റഡ് പോസ്റ്റും 5 എണ്ണം നോൺ ഗസറ്റഡും ആയിരുന്നു. അതിൽ തന്നെ ഈ നോൺ ഗസറ്റിനകത്ത് 3 എണ്ണം എക്സിക്യൂട്ടീവ് പോസ്റ്റുകളായിരുന്നു. എല്ലാ പോസ്റ്റുകളും ഞാൻ വളരെ ആസ്വദിച്ച് ജോലി ആണ് പോയത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വരുന്നത് കസ്റ്റമറാണെന്ന് കാണുക, കസ്റ്റമറുടെ ചിരിക്കുന്ന മുഖത്തോടെ പോകുന്ന കാണാനാണ് എനിക്കിഷ്ടം. പൊതുവേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംരംഭകർക്കും പൊതുജനത്തിനും ഇഷ്ടമല്ല എന്നുള്ളത് എനിക്കറിയാം. അതിനൊരു മാറ്റം കൊണ്ടുവരുന്നത് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് ആത്മാർത്ഥ ഒരു സ്നേഹമായിട്ട് വരുന്ന ആളോട് ഇരിക്കാൻ പറയുക, അവർ കുശലം പറയുക, അവർ പ്രശ്നങ്ങൾ കേൾക്കുക, പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. അങ്ങനെ നല്ല നല്ല പോസ്റ്റുകളിലിരുന്ന് ഒരുപാട് സർക്കാർ ഫണ്ടുകൾ മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള വർഷത്തെ ഓണത്തിന് ഞാൻ തിരുവനന്തപുരം ജില്ലാ വ്യവസായന്തരന്മാർ കസേര ഇരുന്നിട്ട് ഓണത്തിന് ഒരൊറ്റ ദിവസം ഞാൻ ഒപ്പിട്ടത് നെയ്ത്തുകാർക്ക് കൊടുക്കുന്ന 9 കോടി രൂപയുടെ ചെക്കുകളാണ്. സർക്കാരിൻ്റെ പണമാണെങ്കിലും ആ നെയ്ത്തുകാരുടെ കയ്യിലേക്ക് 9 കോടി രൂപ കൊടുക്കാനുള്ള ഒപ്പിടാനുള്ള അധികാരം എനിക്ക് തന്നത് ഈശ്വരനാണെന്ന് ഞാൻ കരുതുന്നു. അതിനെനിക്ക് ഈശ്വരനോട് പ്രത്യേകം നന്ദിയുണ്ട്. ഇങ്ങനൊരു പ്രോഗ്രാമിനകത്ത് എനിക്ക് വന്ന് സംസാരിക്കാൻ എനിക്ക് ഉത്തേജനം തന്നതും ലെവിൻ എന്ന് പറയുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കമ്പനി ഫോം ചെയ്യുന്നതിനുള്ള മോട്ടിവേഷനും എല്ലാം തന്നത് ഞങ്ങളുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഞങ്ങൾ ഈ ട്രെയിനിങ്ങിനൊക്കെ വിട്ട PH കുര്യൻ സാറാണ്. അദ്ദേഹം എന്നും അഭിമാനത്തോടെ ഞാൻ പറയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന്. ഈ നല്ല ഓഫീസർ ആകുമ്പോഴത്തേക്ക് ഒരു റോൾ മോഡൽ നമുക്ക് എല്ലാവർക്കും വേണം. ആരെപ്പോലെ ആകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഏതുറക്കത്തിലും വരും എനിക്ക് PH കുര്യനെ പോലെ ആകണം. കാരണം ഇത്രയും പൊതുജനങ്ങളോട്, സംരംഭകരോട് സ്നേഹവും കരുണയും കാണിച്ച മറ്റൊരു ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റിട്ടയർ ചെയ്യുമ്പം ജോയിൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ജോയിൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് കളക്ടർക്ക് തുല്യമാണ്. അവർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ കളക്ടറാണെങ്കിൽ വ്യവസായ വകുപ്പിൻ്റെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ ജോയിൻറ്റ് ഡയറക്ടർ അഥവാ GM ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജില്ലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കളക്ടറുടെ കീഴിലാണ്. വളരെ നല്ല അധികാരങ്ങളുള്ള ഒരു കസേര, ഒരുപാട് പേർക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനും ജീവിതമാർഗം കണ്ടെത്തുന്നതിനും നല്ലത് പറഞ്ഞു കൊടുക്കുവാനും ആത്മവിശ്വാസം നൽകുവാനും ഒക്കെ ഉള്ള പോസ്റ്റ്. അന്ന് ചെയ്ത ജോലി തന്നെയാണ് ഇപ്പോഴും ഞാൻ ലെവിൻ ബിസിനസ് സൊല്യൂഷനും ചെയ്യുന്നത്. അന്ന് സർക്കാർ ശമ്പളം തന്നു, ഇന്ന് എനിക്ക് എൻ്റെ കസ്റ്റമേഴ്സ് എനിക്ക് ഫീസ് തരുന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീണ്ടും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.